ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത സുമതി വളവ് എന്ന മൂവിയാണ്. കാടിന്റെ സൈഡിലുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വളവില് ഒരു സ്ത്രീയുടെ ആത്മാവ് നിരന്തരമായിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നതായിട്ടും കൊല്ലുന്നതായിട്ടും ഒരു കഥയുണ്ട്. ശരിക്കും ആ വളവിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ച് പഴയ കാലഘട്ടമാണ്. രാത്രിയിൽ കാളവണ്ടികളുമായിട്ട് കാട്ടുവഴിയിലൂടെ പോകുന്ന കുറച്ച് ആൾക്കാരാകട്ടെ ആ കാടിന്റെ ദേവതയുടെ ഒരു ചെറിയ കോവിലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ സമയത്ത് വലിയൊരു കാറ്റടിക്കുകയും അവിടുത്തെ തീ അണയാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. മൃഗങ്ങളെല്ലാം വല്ലാതെ ഓരിയിടുന്നു. അത് കണ്ടുകൊണ്ട് അവിടുത്തെ മൂപ്പൻ പറയുന്നുണ്ട്, ഇന്നിനി യാത്ര വേണ്ട എന്ന്. അല്ലെങ്കിൽ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വളവിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ യാത്ര തിരിച്ചാൽ മതിയെന്ന് അയാൾ പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന വളവിന്റെ കഥകളിലൊന്നും തന്നെ എനിക്ക് വിശ്വാസമില്ല എന്നും അവിടെ ഒരു തരത്തിലുള്ള പ്രേതവും ഇല്ലാന്നും പറഞ്ഞിട്ട് അയാൾ പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ആ വൃദ്ധം പറയുന്നുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മാത്രം ഒറ്റയ്ക്ക് പോയിക്കൊള്ളാൻ. കാളവണ്ടികളും എടുക്കണ്ട, ബാക്കി ആരെയും കൂട്ടിനും കൂടെ കൂട്ടണ്ട. അത് കേട്ട് അയാളാകട്ടെ ഞാൻ പോയി കാണിക്കുന്നു പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാളുടെ വൈഫ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ പിറകെ കൂടി. ആ പെൺകുട്ടി പോയി അയാളോട് പറയുന്നുണ്ട്, എന്റെ മുത്തച്ഛൻ പറഞ്ഞ പോലെ ആ വളവിൽ എന്തെങ്കിലും കാണുമെന്ന്. അങ്ങനെ അവർ തർക്കിച്ച് സംസാരിച്ച് നടക്കുകയായിരുന്നു. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നും നിന്റെ മുത്തച്ഛൻ പറഞ്ഞ വളവ് ഇത് തന്നെയാണെന്നും അയാൾ പറയുന്നു. ആ പെൺകുട്ടി വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പേടിക്കേണ്ട ഒരു കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് അയാളാകട്ടെ അവളെയും കൂട്ടി തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ട് അവൾ ആസ്വദിക്കുകയായിരുന്നു. ആ സമയത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് മറ്റൊരു സ്ത്രീയെ ഇവർ കാണുന്നുണ്ട്. നമ്മളെ പോലെ വെള്ളച്ചാട്ടം കാണാൻ ഈ സമയത്ത് വേറെ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ആ സ്ത്രീയെ നോക്കുമ്പോഴാകട്ടെ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്ക് തനിയെ കത്തുകയും ആ സ്ത്രീയുടെ മുഖം കണ്ട് ഇവർ പേടിക്കുകയും ചെയ്യുന്നു. കാരണം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളുടെ ഭാര്യയുടെ അതേ മുഖം തന്നെയായിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. തന്റെ ഭാര്യയെ പോലെ മറ്റൊരു സ്ത്രീ ഇവിടെ നിൽക്കുന്ന കണ്ടതോടുകൂടി അയാൾക്ക് മനസ്സിലായി അതൊരു ആത്മാവാണെന്ന്. ആ ഒരു സീൻ കട്ടായ ശേഷം കഥ പ്രസന്റിലേക്ക് വരികയാണ്. കല്ലേലി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്ത് ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലെ പുതിയ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഹരി എന്നൊരാൾ വരുന്നുണ്ട്. ആ നാട്ടിലെ മറ്റുള്ളവര് ഹരിയോട് ഇവിടുത്തെ വളവിനെ പറ്റിയുള്ള കഥകൾ പറയുന്നു. സുമതി വളവെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പണ്ടെപ്പോഴും ആ വളവിൽ വെച്ച് മരിച്ചൊരു സ്ത്രീയുടെ ആത്മാവ് അവിടെ ഇപ്പോഴും കുടികൊള്ളുന്നുണ്ടെന്നും അതുവഴി പോകുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ടെന്നുമാണ് ആ നാട്ടിലുള്ള ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചരക്കുകൾ കടത്താൻ വേണ്ടിയിട്ട് അവര് വെട്ടിയുണ്ടാക്കിയ കാട്ടുപാതയായിരുന്നു അത്. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് പോലും ആ വഴിയിലൂടെ വളവിനപ്പുറം കടക്കാൻ പറ്റിയിട്ടില്ല. ചെക്ക് പോസ്റ്റിലെ മറ്റു ഓഫീസേഴ്സും ഹരിയോട് പറയുന്നുണ്ട്, ഇത് വെറും കെട്ടുകഥയില്ല എന്നും ഇവിടെയുള്ള പലർക്കും പല അനുഭവങ്ങളും ഉണ്ടെന്ന്. ഒരുപാട് പേർക്ക് അവിടെ വെച്ച് ആക്സിഡന്റ് ആയിട്ടുണ്ട്. പലരും മരണപ്പെട്ടിട്ടുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ആ ഗ്രാമത്തിൽ നിന്നും ആരും ചെക്ക് പോസ്റ്റ് കടക്കാൻ ഇങ്ങോട്ട് വരുത്തൂല്ല. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് ഗ്രാമത്തിലേക്ക് ആരും പോകത്തുമില്ല. കാരണം ആ വളവ് വഴി മാത്രമേ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്നുള്ളൂ. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് നായകനായ അപ്പൂനെയാണ്. അപ്പൂന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും മകൾ അല്ലിയുമുണ്ട്. അപ്പോ അത്യാവശ്യം നല്ലൊരു പേടിത്തൊണ്ടുണ്ടായിരുന്നു. ആരെങ്കിലും പ്രേതകഥ പറയുന്ന കേട്ടാൽ തന്നെ അവന് പേടിയാകും. അപ്പവും സുഹൃത്ത് അമ്പാടിയും ചേർന്നിട്ട് നാട്ടിൽ തന്നെ ഒരു ചെറിയ കാസ്റ്റേഡ് നടത്തുന്നുണ്ട്. അപ്പൂന്റെ അച്ഛൻ കല്യാണത്തിനും മറ്റും സദ്യ റെഡിയാക്കി കൊടുക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്പാടിയാകട്ടെ നാട്ടിലെ ചെറിയൊരു ജോത്സ്യനായ ആശാൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ഇയാളുടെ മകളുമായിട്ട് പ്രണയത്തിലായിരുന്നു. എന്നാൽ ആശാൻ ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. ഗ്രാമത്തിലെ ബലി കഴിയുന്നിടം വരെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് ആശാൻ പറയുന്നു. അപ്പു ഇത് കേട്ട് വല്ലാതെ പേടിക്കാൻ തുടങ്ങി. കാരണം ആ സമയത്ത് സുമതിയുടെ ശക്തി കൂടുമെന്നാണ് ആൾക്കാരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ചെമ്പൻ എന്നും ഗിരി എന്നും പറയുന്ന രണ്ടുപേരെയാണ്. ആ കാട്ടുപാതയില് ചെറിയൊരു കാവും ചെറിയൊരു ദേവിയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ദേവിയുടെ കാര്യങ്ങളും അവിടുത്തെ പൂജാകർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് ചെമ്പനായിരുന്നു. നടക്കാൻ പോകുന്ന പല ആപത്തുകളും മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ചെമ്പൻ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ചെമ്പൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പലരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു. കാട്ടുവഴിയിൽ പോകുന്നതിനിടയ്ക്ക് ചെമ്പനാകട്ടെ ആ കാവലുണ്ടായിരുന്ന ശൂലത്തിൽ ഒരു ചെറിയ നാരങ്ങ കുത്തിവെക്കുന്നു. അത്രയും കാലങ്ങളിൽ ആ ഗ്രാമത്തിൽ നിന്ന് വളവ് കടന്ന് ആരും പോകാറില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ ശേഖരൻ എന്ന് പറയുന്ന ഒരാളുടെ മകളായ മാളു എന്ന് പറയുന്ന പെൺകുട്ടി അസമയത്ത് ആ വളവ് കടന്ന് ഒളിച്ചോടിപ്പോയി. ആ പെൺകുട്ടിയെ ഒളിച്ചോടാൻ സഹായിച്ചത് അപ്പുവാണെന്നാണ് നാട്ടിലെല്ലാവരും പറയുന്നത്. പുതിയ ഫോറസ്റ്റ് ഓഫീസറിനോട് മറ്റു ഓഫീസേഴ്സും ഇതിനെപ്പറ്റി പറയുകയും അപ്പുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മാളു ഒളിച്ചോടിപ്പോയത് അവളുടെ കല്യാണത്തിന്റെ തലേന്നായിരുന്നു. മാളുവിന്റെ കല്യാണം അന്നദാർത്ഥത്തിൽ ഭദ്രന്റെ കൂടെ നടക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒളിച്ചോടാൻ സഹായിച്ചത് അപ്പുവാണെന്ന് പറഞ്ഞിട്ട് ഈ ഭദ്രന് അപ്പുവിനോട് നല്ല ദേഷ്യമാണ്. അന്ന് ആ മാളു എന്ന് പറയുന്ന പെൺകുട്ടി ഒളിച്ചോടിപ്പോയ സമയത്ത് ആ വളവില് ഒരാൾ കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശൻ എന്നായിരുന്നു അയാളുടെ പേര്. ആ പ്രകാശന്റെ ഭാര്യ സുജയും മകളുമാണിത്. ഭദ്രന്റെ സിനിമാ ടാക്കീസിലായിരുന്നു സുജ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഭദ്രൻ സുജയോട് വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ അവളെ കാണാൻ തുടങ്ങിയതോടുകൂടി ആ ജോലി സുജ വിട്ടു. എന്നാൽ ഇത് കേട്ട് അപ്പു പറയുന്നുണ്ട്, ഇനി അവിടെ പോകേണ്ട കാര്യമില്ല, തൽക്കാലം എന്റെ കാസ്റ്റ് കടയിൽ വന്നിരുന്നാൽ മതി, ചെറുതാണെങ്കിലും ശമ്പളം തരാമെന്ന്. ഒളിച്ചോടിപ്പോയ മാളുവിന്റെ അച്ഛനായ ശേഖരനും അയാളുടെ അനിയനുമാണിത്. ഒളിച്ചോടിപ്പോയ ശേഷം മാളുവിനെ പറ്റി ഒരു വിവരമില്ല. അവൾ ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയതെന്ന് പോലും ഈ നാട്ടുകാർക്കറിയില്ല. പക്ഷെ അവളെ കെട്ടേണ്ടിയിരുന്ന ഭദ്രനുമായിട്ട് ശേഖരൻ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ്. നാട്ടിലുള്ള കഥ വെച്ചിട്ട് ഒന്നുകിൽ ഒളിച്ചോടിപ്പോയ മാളുവിനെ സുമതി കൊന്നിരിക്കാം, അല്ലെങ്കിൽ ആ വളവിനെ വെച്ചിട്ട് അവളെ ഒളിച്ചോടാൻ സഹായിച്ച അപ്പു തന്നെ
തന്നെ അവളെ കൊന്നിരിക്കാമെന്ന്. ഒളിച്ചോടിപ്പോയ മാളുവിന് ഒരു സഹോദരൻ കൂടിയുണ്ട്, മഹേഷ് എന്നാണ് അവന്റെ പേര്. അയാൾ പട്ടാളത്തിലാണ്. ഇതാണ് മഹേഷിന്റെ ഭാര്യ ശ്രീദേവി. അന്ന് ആ ഗ്രാമത്തിലെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ നിന്നും ഒരു നായാടിക്കൂട്ടം വരും. അവരാണ് ബലി നടത്തുന്നത്. വരാനിരിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ആപത്തുകളെ പറ്റിയൊക്കെ അതിലൊരാൾ പറയും. അങ്ങനെ രാത്രിയിൽ നായാടിക്കൂട്ടം എത്തുകയും അവിടുത്തെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ചെമ്പന്റെ കയ്യിൽ അവർ ചെറിയൊരു കിഴി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാ വളവില് കൊണ്ടുപോയി നീ കുഴിച്ചിടണമെന്ന്. അപ്പുവിന്റെ നെറ്റിയിൽ കുറിതൊട്ട ശേഷം അയാൾ പറയുന്നത്, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, ചില നിയോഗങ്ങൾ നിന്നെ തേടി വരും. ഈ നാട് മുഴുവൻ നിനക്കെതിരായി നിൽക്കും, പക്ഷെ അതിലൊന്നും തന്നെ നീ പതറാൻ പാടില്ല എന്ന്. ഇതെല്ലാം കേട്ടതോടെ അപ്പു വല്ലാതെ പേടിക്കാൻ തുടങ്ങി. എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നുവെന്ന് ചെമ്പനും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ചെണ്ട കൊട്ടാൻ വന്ന ആൾക്കാരുടെ കൂട്ടത്തില് ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് നാളെ മറ്റൊരു സ്ഥലത്ത് കൊട്ടാൻ പോകാനുള്ളതാ, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവുകയാണ്. എന്നാൽ ബാക്കിയുള്ളവര് അവനെ തടുക്കുന്നു. ആ വളവ് കടന്ന് നിനക്ക് പോകാൻ പറ്റൂ, സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു, ഇനി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. എന്നാൽ ആ പയ്യന് ഇതിലൊന്നും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവിടെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ നടക്കാൻ ആരംഭിച്ചു. നടന്ന് ആ വളവിനെത്തിക്കഴിയുമ്പോൾ പിറകിൽ നിന്നും ഒരു ചെണ്ടകൊട്ടൽ കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടെ അവൻ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ മുന്നില് പുഴുവരിച്ച നിലയിൽ ഒരു ശവശരീരം പ്രത്യക്ഷപ്പെടുന്നു. ബാക്കിലായിട്ട് വൃദ്ധയായ ഒരു സ്ത്രീയും. അവരുടെ കൂർത്ത നഖങ്ങളും മുഖവും കണ്ട് അവൻ പേടിച്ച് നിലവിളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ എന്തോ ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന അപ്പൂനെയാണ്. അപ്പൂന്റെ സുഹൃത്തുക്കളാകട്ടെ അപ്പൂന്റെ അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, ഇന്നലെ അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ വന്ന ഒരുത്തൻ രാവിലെ വളവിൽ ബോധം കെട്ട് കിടക്കുന്ന കണ്ടിട്ട് ആൾക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. നാട്ടിലെ ഒരു കല്യാണത്തിന് അപ്പൂന്റെ അച്ഛനും ശേഖറിനും എല്ലാം തന്നെ കൂടുന്നുണ്ട്. എന്നാൽ നേരത്തെ ഇവരെല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ശേഖറിന്റെ മകൾ മാളവനെ ഒളിച്ചോടാൻ സഹായിച്ചത് അപ്പുവാണെന്ന് നാട്ടിലെല്ലാവരും പറഞ്ഞു തുടങ്ങിയതോടുകൂടി ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ ശത്രുതയായി. എവിടെ വെച്ച് കണ്ടാലും ഇവർ പരസ്പരം മിണ്ടാറില്ലായിരുന്നു. കല്യാണത്തിന്റെ സദ്യ വളവിനിടയിലും ആൾക്കാരുടെ ചർച്ച സുമതി വളവിനെ കുറിച്ചായിരുന്നു. ആ വളവ് കടന്ന് രാത്രി പോയ ഒരു വ്യക്തി അപ്പുവാണെന്ന് പലരും പറയുന്നു. ഭദ്രൻ കേട്ടായിരുന്ന മാളവനെ കൊണ്ടാണല്ലോ അവൻ പോയത്. അത് കാരണം ഭദ്രനാകട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരോട് പറയുന്നത് അപ്പു കേൾക്കുന്നു. കുറെ കാലമായിട്ട് അവൻ ക്ഷമിക്കുകയായിരുന്നു. ഇത്തവണ അവന്റെ കൺട്രോള് പോയി. അപ്പു ഭദ്രനുമായിട്ട് അടിയുണ്ടാക്കുന്നു. സദ്യ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിൽ കിടന്ന് അടിയുണ്ടാക്കുകയും എന്നാൽ അറിയാതെ അപ്പുവിന്റെ കൈയാകട്ടെ ബാമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൊള്ളുകയും ചെയ്യുന്നു. ഈ ബാമ ശേഖറിന്റെ അനിയന്റെ മകളായിരുന്നു. എന്തായാലും അടികൊണ്ട് അവളുടെ കഴുത്തിന് നല്ലൊരു പണി കിട്ടി. സംഭവം അറിഞ്ഞ ശേഖരനാകട്ടെ അപ്പുവിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ അറിയാതെ പറ്റിയതല്ലേ, അതിന് കേസിനൊന്നും പോകണ്ടെന്ന് ബാമയും പറയുന്നു. അത് കേട്ടപ്പോൾ അപ്പുവിന് ചെറുതായൊരു ഇഷ്ടം അവളോട് തോന്നാൻ തുടങ്ങിയിരുന്നു. ഇവിടെ ശേഖരനും അനിയനും ഭദ്രനും എല്ലാം ചേർന്നിരുന്ന് മാളുവിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അവള് പോയിട്ട് 3-4 വർഷമായി. പക്ഷെ അവളെ പറ്റി ഇതുവരെയും ഒരു വിവരവുമില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്നൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, പുതുതായിട്ട് ഒരു SI ചാർജ് എടുക്കുന്നുണ്ട്, ബെഞ്ചമിൻ എന്നാണ് അയാളുടെ പേര്. എന്തായാലും ഈ കാര്യങ്ങൾ അയാളോട് പറയുകയാണെങ്കിൽ അയാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് രാത്രി ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്ക് വരുന്ന പുതിയ SI ആയിരുന്നു. ചെക്ക് പോസ്റ്റ് 8 മണി കഴിഞ്ഞാൽ തുറക്കില്ല എന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞെങ്കിലും എനിക്കാരെയും പേടിയില്ലെന്നും തുറക്കാനുമാണ് ബെഞ്ചമിൻ പറയുന്നത്. അവിടെ ഒരു സുമതി ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അവളെ ഒന്ന് കിട്ടുമോ എന്ന് ഇയാൾ ചോദിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസേഴ്സ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ചെക്ക് പോസ്റ്റ് കടന്ന് ബെഞ്ചമിൻ ആ വളവിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ കറക്റ്റ് വളവിലെത്തി കഴിയുമ്പോൾ അയാളുടെ വണ്ടി കേടായി. അത് വലിയ കാര്യമാക്കാതെ അയാൾ യൂറിൻ പാസ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പെട്ടെന്ന് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയുകയും ഉള്ളിലെ മ്യൂസിക് സിസ്റ്റം ഓൺ ആവുകയും ചെയ്തു. അയാൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ കാസറ്റ് വലിച്ചൂരി കാട്ടിലേക്ക് എറിഞ്ഞിട്ട് പറയുന്നുണ്ട്, എടി സുമതി, നീ എവിടെ ഇരുന്ന് പാട്ട് കേട്ടുകൊള്ളാൻ. എന്നിട്ട് അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അയാൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് കാടിന്റെ സൈഡിലായിട്ട് ഒരാൾ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബെഞ്ചമിനും സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബെഞ്ചമിൻ കാട്ടിലേക്ക് നോക്കി അയാളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇവിടെ അടുത്തെങ്ങാനും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന്. ഇത് എന്തൊരു നാടാടോ, ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തിരിഞ്ഞതും ആ കാട്ടിലുണ്ടായിരുന്ന ആൾ ബെഞ്ചമിന്റെ ഫ്രണ്ടിലേക്ക് വന്നു. അത് ബെഞ്ചമിന്റെ തന്നെ ഫേസുള്ള ഒരാളായിരുന്നു. അതോടെ ബെഞ്ചമിന് മനസ്സിലായി ഇത് ആത്മാവാണെന്ന്. ബെഞ്ചമിൻ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ ജീപ്പ് തനിയെ തീ കത്തുന്നു. അയാൾ ജീപ്പിലേക്ക് നോക്കിയതും ആ നിമിഷം ആ ആത്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ജീപ്പ് നേരെ ബെഞ്ചമിന്റെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തലനാരിഴിക്കാണ് ബെഞ്ചമിൻ രക്ഷപ്പെട്ടത്. അപ്പുവിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിയ നമ്മുടെ നായിക ഭാമയാകട്ടെ അവിടുത്തെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അപ്പു ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് അലിയെ സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവളെ തന്റെ ബൈക്കിൽ കയറ്റി. ഇവിടെ ബെഞ്ചമിന്റെ ജീപ്പ് കത്തിയ സ്ഥലത്ത് പോലീസുകാരും മറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബെഞ്ചമിനോട് വേറെ എന്തെങ്കിലും കണ്ടോന്ന് ചോദിക്കുമ്പോൾ അയാൾ താൻ പേടിച്ച വിവരമൊന്നും മറ്റുള്ളവരോട് പറയുന്നില്ല. ജീപ്പിനെന്തോ ഷോർട്ട് സർക്യൂട്ടായി അത് കത്തിയതാണെന്നാണ് എല്ലാവരോടും അയാൾ പറയുന്നത്. അല്ലിയുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അപ്പു ഇത് കാണുന്നുണ്ട്. അല്ലിയുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഭാമയുടെ അനിയൻ വാവക്കുട്ടനും പഠിക്കുന്നത്. അല്ലിയെ കൊണ്ടുവിടാമെന്ന അപ്പുവിനെ കണ്ട വാവക്കുട്ടനാകട്ടെ തന്റെ ചേച്ചി അടിച്ച ആളെന്ന രീതിയിൽ അപ്പുവിനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടിരുന്ന അവനാകട്ടെ അപ്പുവിനെ കണ്ട് നേരെ അപ്പുവിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ മുഖത്തിനിട്ട് നല്ലൊരു ഇടി കൊടുക്കുന്നു. ഇത് ഭാമയും അവിടെ തന്നെ ഉണ്ടായിരുന്ന ദീപ എന്ന് പറയുന്ന ടീച്ചറും കാണുന്നുണ്ട്. എന്നാൽ വൈകുന്നേരം ദീപ ടീച്ചർ അപ്പുവിന്റെ കടയിൽ വന്നിട്ട് അപ്പുവിനോട് പറയുന്നുണ്ട്, രാവിലെ വാവക്കുട്ടൻ നിന്നെ തല്ലിയതിൽ ഭാമയ്ക്കും വിഷമമുണ്ട്, അവൾ നിന്നോട് സോറി പറയാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവൻ അടിച്ചത്, അവന്റെ ദേഷ്യത്തിന് അവൻ അടിച്ചതാണെന്നാണ് അവള് പറയുന്നത്. അതൊന്നും സാരമില്ലാന്ന് അപ്പുവും പറയുന്നു. ഇവളുടെ
വിദ്യാഭ്യാസനായ പട്ടാളത്തിലുള്ള മഹേഷ് ഇതൊക്കെ അറിഞ്ഞുവെന്ന് അപ്പു ചോദിക്കുമ്പോ അതൊക്കെ മഹേഷേട്ടൻ എപ്പോഴേ അറിഞ്ഞുവെന്നാണ് അവള് പറയുന്നത്. മഹേഷ് അടുത്ത ആഴ്ച ലീവിന് വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ഇനി മഹേഷ് അപ്പുവിനോട് വഴക്കുണ്ടാക്കാൻ വരുമോന്ന് അപ്പുവിന് ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും ഈ സംഭവത്തോടു കൂടി ഭാമയും അപ്പുവും കൂടുതൽ അടുക്കാൻ തുടങ്ങി. പലയിടങ്ങളിൽ വെച്ചും ഇവർ കാണാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി അപ്പുവും കൂട്ടരും ഗ്രാമത്തിന് പുറത്തുപോയ ശേഷം തിരിച്ചു വരുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം അവിടുത്തെ ഓഫീസിൽ തന്നെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ അവർ തീരുമാനിച്ചു. അന്ന് രാത്രി ഈ ഗ്രാമത്തിലേക്ക് വന്ന ഭദ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയും രാത്രി നേരം വൈകിയ കാരണം അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ സ്ത്രീകളുടെ പ്രസവം മറ്റും എടുക്കുന്നത് ഇവരായിരുന്നു. സുമതിയുടെ നാട്ടുകാരിയാണ് ഈ ഭദ്ര എന്ന് അവിടെയുള്ള പലർക്കും അറിയാം. ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹരി പറയുന്നുണ്ട്, എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷികഥയാണെന്ന്. അതൊക്കെ ഉള്ളതാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊക്കെ സത്യമാണെന്ന്. എന്നിട്ട് അവർ സുമതിയുടെ കഥ പറയുന്നു. ഇപ്പൊ സുമതി വളവെന്ന് എല്ലാവരും പറയുന്ന ആ വളവില് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട് പ്രേതങ്ങളെ ഉണ്ടാക്കി അയക്കുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ തലൈവരുടെ പയ്യൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയായിരുന്നു സുമതി. എപ്പോഴും ചിരിച്ച മുഖത്തുകൂടി അതിപ്രസന്നതയോടുകൂടി നടന്നിരുന്ന സുമതിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവൾ പ്രഗ്നന്റ് ആയതറിഞ്ഞിട്ട് ആ വംശത്തിലെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എല്ലാവരും അവളെ നല്ലപോലെയാണ് കെയർ ചെയ്തിരുന്നത്. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. ആ കുലത്തിലുള്ള ആൾക്കാരുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബലി നടത്താൻ തീരുമാനിച്ചു. അതിന് പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു ബലി കൊടുക്കേണ്ടിയിരുന്നത്. സുമതിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൂജ നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് അവളെ ബലി നടത്തുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കിയ സുമതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അധികം നേരം അവൾക്ക് ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. ആ തീയിലേക്ക് അവളെ അവർ എടുത്തിട്ടു. എന്നാൽ സുമതി മരിച്ചെങ്കിലും ആ നിമിഷം തന്നെ അവളൊരു ആത്മാവായി മാറി. ആത്മാവായി മാറിയ സുമതിയെ അടക്കി നിർത്താൻ ആ കൂട്ടത്തിലുള്ള ആർക്കും തന്നെ സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ അവർ ഒരുപാട് ആത്മാക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടാക്കിയ ആത്മാക്കൾ ഒന്നും തന്നെ ആരെയും കൊല്ലാൻ സുമതി അനുവദിച്ചില്ല. അന്നു മുതൽ അവളുടെ ആത്മാവ് ആ വളവിൽ തന്നെ കുടിയിരുന്നു. കഥ പറഞ്ഞു തീർത്തിട്ട് ആ സ്ത്രീയാകട്ടെ അപ്പുവിനോട് പറയുന്നുണ്ട്, നിനക്കും ആ വളവിനും ഒരു ബന്ധമുണ്ടെന്ന്. നിന്നെ തേടി ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു. ഈ നാട് തന്നെ നിനക്ക് എതിരായിരിക്കും. ഇത് തന്നെയായിരുന്നു ആ നായാടികളും പറഞ്ഞിരുന്നത്. അപ്പു ശരിക്കും നല്ല പോലെ പേടിച്ചു. കുറെ കഴിഞ്ഞ് അവരെല്ലാവരും കിടന്നുറങ്ങി. പക്ഷെ രാത്രി ഒരു ഹോണടി കേട്ടിട്ട് അപ്പു ചെന്ന് നോക്കുമ്പോ കാണുന്നത് പട്ടാളത്തിൽ നിന്നും തിരിച്ചെത്തിയ മഹേഷ് അവിടെ വന്നിരിക്കുന്നതാണ്. രാത്രി സമയമായതുകൊണ്ട് തന്നെ മഹേഷും ആ ഓഫീസിൽ തന്നെ ഇരിക്കുന്നു. രണ്ടുറ്റ സുഹൃത്തുക്കളായിരുന്ന മഹേഷും അപ്പുവും മാളുവിന്റെ ഒളിച്ചോട്ടത്തിന് ശേഷം തമ്മിൽ പരസ്പരം മിണ്ടാറില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ ഭദ്രം വന്ന് മഹേഷിനെ കൂട്ടിക്കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് മഹേഷ് അപ്പുവിനോട് പറയുന്നുണ്ട്, ഇത്തവണ എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുമെന്നും. കുറച്ചു കഴിയുമ്പോൾ അപ്പുവും കൂട്ടരും തിരിച്ച് ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു. കൂട്ടത്തിൽ ഗിരിയാകട്ടെ അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, മാളു ഒളിച്ചോടി പോയത് നിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ നീ ഉള്ള സത്യങ്ങൾ തുറന്നു പറയുന്നതാ നല്ലത്. എന്നാൽ അപ്പു പറയുന്നു, അതിനെപ്പറ്റി എനിക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന്. മാളുവിനൊരാളെ ഇഷ്ടമാണെന്നും ഒളിച്ചോടാൻ പോവുകയാണെന്നും കല്യാണത്തലേന്ന് അപ്പുവിനോട് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒളിച്ചോട്ടത്തിലൊന്നും തന്നെ അപ്പു ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് അപ്പു ഇപ്പൊ പറയുന്നത്. പിന്നെ ഈ നാട്ടുകാരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അവൻ ഇപ്പോഴും അറിയില്ല. മഹേഷ് എത്തിയത് കാരണം ഭദ്രനും ആ പോലീസുകാരൻ ബെഞ്ചമിനും ശേഖരനും അനിയനും എല്ലാരും ചേർന്നിരുന്ന് മാളുവിന്റെ കേസിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. ബെഞ്ചമിൻ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്ന പോലെ ആ വളവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിവിടെ വന്നതിന്റെ അന്ന് തന്നെ ഞാൻ അനുഭവിച്ചതാ. ഒന്നുകിൽ ഒളിച്ചോടിപ്പോയ മാളുവിനെ ആ വളവിൽ വെച്ചിട്ട് നിങ്ങൾ പറയുന്ന പോലെ അപ്പു കൊന്നിരിക്കാം, അതല്ലെങ്കിൽ ആ വളവിലെ ആത്മാവ് അവളെ കൊന്നതായിരിക്കാം. അങ്ങനെ അന്ന് രാത്രിയാകട്ടെ ഗർഭിണിയായിരുന്ന ദീപയ്ക്ക് പ്രസവവേദന ആരംഭിച്ചു. ഭദ്ര എന്ന് പറയുന്ന സ്ത്രീ തന്നെ കൊണ്ട് ആവുന്ന നോക്കിയിട്ടും അവർക്ക് ആ പ്രസവം എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ കുഞ്ഞും അമ്മയും മരിക്കുമെന്ന് അവർ പറയുന്നു. പക്ഷേ രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ വളവ് വഴി ചെക്ക് പോസ്റ്റ് കടന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അപ്പുവും അപ്പുവിന്റെ അച്ഛനും ചെമ്പനും ഗിരിയും എല്ലാം തന്നെ പറയുന്നുണ്ട്, ജീവൻ പോയാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവരെല്ലാവരും ചേർന്നിട്ട് ദീപയെ തങ്ങളുടെ വണ്ടിയിലേക്ക് കയറ്റി ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി പോകുന്നു. കറക്റ്റ് വളവിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഒരു മരം ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വീഴുകയാണ്. എല്ലാവരും ചേർന്നിട്ട് ആ മരം എടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. പ്രസവവേദന കൊണ്ടുള്ള ദീപയുടെ നിലവിളിയും പെട്ടെന്ന് നിൽക്കുന്നു. ഇവർ പോയി വണ്ടിയിലേക്ക് നോക്കുമ്പോ ദീപയെ വണ്ടിയിലെങ്ങും കാണുന്നില്ല. അതോടെ എല്ലാവരും പേടിച്ചു. എല്ലാവരും ദീപയെ അന്വേഷിച്ച് കാടിന്റെ പല ദിക്കിലേക്കും പോകാൻ തുടങ്ങി. ബാക്കിൽ പോയിക്കൊണ്ടിരുന്ന ഭദ്രന്റെ അടുത്തേക്ക് ഒരു ചെറിയ കിഴി വന്ന് വീഴുന്നു. ആ നായാടി പറഞ്ഞ പ്രകാരം ഭദ്രൻ കുഴിച്ചിട്ട അതേ കിഴി തന്നെയായിരുന്നു അത്. ഒരു ആത്മാവിന്റെ പ്രസൻസ് എല്ലാവർക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ തങ്ങളുടെ അടുത്തൂടെ പോകുന്ന പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. കാട്ടിലേക്ക് കയറിയ അവർക്ക് കാടിന്റെ പല ദിശകളിൽ നിന്നും ദീപയുടെ നിലവിളി കേൾക്കുന്നു. എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം അവരെല്ലാവരും പല വഴിക്ക് അന്വേഷിച്ചിറങ്ങി. അമ്പാടി നോക്കുമ്പോഴാകട്ടെ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നും ദീപ കരഞ്ഞുകൊണ്ട് താഴേക്ക് ചാടുന്നതാണ് അവൻ കാണുന്നത്. അപ്പുവിന്റെ അച്ഛൻ നോക്കുമ്പോ ദീപയാകട്ടെ തലയില്ലാതെ ഒരിടത്ത് നിൽക്കുന്നു. അവളുടെ തല താഴെ കിടപ്പുണ്ടായിരുന്നു. കണ്ണുകളിൽ മറ്റൊരു വെളിച്ചം. പേടിച്ചു വരണ്ടു നിൽക്കുന്ന അയാളെ ഗിരി പെട്ടെന്ന് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വെള്ളത്തിലേക്ക് വീണ ദീപയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്പാടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കാലിലേക്ക് ഒരു കൈവന്ന് പിടിക്കുന്നു. ആ നിമിഷം തന്നെ ചെമ്പം വന്ന് അവനെ അവിടെ നിന്ന് രക്ഷിച്ചു. ഇവിടെ അപ്പു നോക്കുമ്പോ മരങ്ങൾക്കിടയിൽ വേദന കാരണം നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദീപയെ കാണുന്നുണ്ട്. അവൻ അപ്പോഴേക്കും ബാക്കി എല്ലാവരെയും വിളിച്ചറിയിക്കുന്നുണ്ട് ദീപ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ അടുത്ത നിമിഷം ദീപ
ദീപയാകട്ടെ ഒരു മരച്ചില്ല ഒടിച്ച് സ്വന്തം വയറ് കീറി അതിൽ നിന്നും കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. അത് കണ്ട് പേടിച്ചു വരച്ചു നിൽക്കുകയായിരുന്നു അപ്പു. ഇവരാരും കണ്ടത് ദീപയായിരുന്നില്ല. ഇതെല്ലാം ആത്മാവിന്റെ കളിയായിരുന്നു. ബാക്കിയുള്ളവർ അവിടെ എത്തിയപ്പോഴേക്കും ആ ആത്മാവ് അവിടെ നിന്നും പോയി. പക്ഷെ വീണ്ടും ദീപയുടെ നിലവിളി ആ വണ്ടിയിൽ നിന്ന് കേൾക്കുന്ന കണ്ടിട്ട് അവരോടി അവിടേക്ക് ചെല്ലുമ്പോ കാണുന്നത് ദീപയുടെ പ്രസവം കഴിഞ്ഞിട്ട് അവളുടെ അടുത്തായിട്ട് ആ കുഞ്ഞ് കിടക്കുന്നതാണ്. എന്തോ ഒരു ശക്തി ഇവരെ എല്ലാം തള്ളി മാറ്റി പോകുന്നതായിട്ടും ഇവർക്ക് ഫീൽ ചെയ്തു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കിടന്ന ദീപയോട് എല്ലാവരും തലേന്ന് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ തനിക്കൊന്നും ഓർമ്മയില്ലാന്ന് ദീപ പറയുന്നതാണ്. ദീപയ്ക്കൊന്നും ഓർമ്മയില്ലെങ്കിലും അപ്പൂനും കൂട്ടർക്കും തലേന്ന് കണ്ട കാഴ്ചകൾ ഓർത്തിട്ട് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ആ വണ്ടിയിൽ ഇവരെല്ലാവരും പേടിച്ചായിരുന്നു ഇരുന്നത്. വെളുപ്പിനെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്നാണ് ദീപയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന് ഗിരി ആശാനോട് പറയുന്നു. ആശാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടതൊന്നും തന്നെ ഇനി തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ടെന്ന്. ചെമ്പൻ എല്ലാവരോടും പറയുന്നുണ്ട്, മരണമാണ് തൽക്കാലം നമ്മളുടെ അടുത്ത് നിന്നും മാറിപ്പോയത്. ഇത് വെറും ഒരു സൂചന മാത്രമാണ്, വലുതെന്തോ വരാനിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാത്രി മഹേഷും കൂട്ടരും കാട്ടിലിറങ്ങി ഒരു പന്നിയെ വെടിവെച്ചിട്ടിട്ട് അതിനെ പാകം ചെയ്ത് കഴിക്കുന്നതാണ്. അതിനിടെ ബെഞ്ചമിൻ മഹേഷിനോട് പറയുന്നുണ്ട്, നിന്റെ പെങ്ങളെ കാണാതായ 1991-92 കാലഘട്ടത്തിലല്ലേ പോലീസ് എന്ന് അന്വേഷിച്ച് ഒരു തുമ്പും കിട്ടാത്ത കാരണം ആ കേസ് ക്ലോസ് ചെയ്തത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ താൻ ഇനി തന്റെ പെങ്ങളെ പ്രതീക്ഷിക്കേണ്ടെന്നും അവള് ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് ബെഞ്ചമിൻ പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ കൂട്ടത്തിലെ ഒരാള് പറയുന്നുണ്ട്, സുമതിയുടെ ആത്മാവ് ആ വളവിലൂടെ പോകുന്ന ആൾക്കാരെ തടയുകയും പേടിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് വഴിമാറ്റി വിടും. പക്ഷെ അതെല്ലാം ചെയ്യുന്നത് അവൾക്കോ അവളുടെ കുഞ്ഞിനും സംഭവിച്ച പോലുള്ളൊരു വിധി ആർക്കും സംഭവിക്കാതിരിക്കാനാണ്. ബ്രിട്ടീഷ് പടയെ കാട്ടുവഴിയിൽ തീർക്കാൻ വേണ്ടിയിട്ട് 19-ാം നൂറ്റാണ്ടിൽ ബ്രഹ്മരക്ഷസിനെ ആവാഹനം ചെയ്തെടുത്ത വളവാണത്. പക്ഷേ ഇന്ന് ആ വളവ് ഒരു ചക്രവ്യൂഹമാണെന്നാണ് അയാൾ പറയുന്നത്. സുമതിയുടെ ആത്മാവ് ആരെയും ആ വളവ് വിട്ട് കടത്തിവിടില്ല. ആ വളവ് കഴിഞ്ഞകത്തേക്ക് ഒരു ശക്തിയും കടക്കാൻ അവൾ അനുവദിക്കുകയുമില്ല. ഇതിനിടെ നമ്മുടെ അപ്പു ആകട്ടെ സ്കൂളിലെത്തി ബാമയെ കണ്ട് സംസാരിക്കുകയും തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ബാമയ്ക്കും അവനെ ഇഷ്ടമായിരുന്നു. പതിയെ പതിയെ അവർ കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇവർ രണ്ടുപേരെ ഒരുമിച്ച് ബെഞ്ചമിൻ കാണുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം ബെഞ്ചമിൻ മനസ്സിലാക്കിയതോടുകൂടി ശേഖറിനെയും കൂട്ടരെയും ഈ കാര്യങ്ങൾ അയാൾ അറിയിച്ചു. ഇതറിഞ്ഞതോടുകൂടി ശേഖരനാകട്ടെ തന്റെ അനിയന്റെ മകൾ ഭാമയുടെ വിവാഹം തന്റെ മകൾ മാളുവിനെ വിവാഹം കഴിക്കേണ്ടിയിരുന്ന ഭദ്രന്റെ കൂടെ നിശ്ചയിച്ചു. ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പുവിന്റെ വീട്ടിലേക്ക് ഇവർ വരികയും ചെയ്തു. കാലങ്ങളായിട്ട് പിണക്കത്തിലായിരുന്ന ഇവരാകട്ടെ കല്യാണം വിളിക്കാൻ ഇവിടേക്ക് വന്നതോടുകൂടി അപ്പുവിന്റെ അച്ഛനും ഒരുപാട് സന്തോഷത്തിലായി. പിണക്കങ്ങൾ മറന്നിട്ട് കല്യാണത്തിന്റെ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കാൻ അപ്പുവിന്റെ അച്ഛൻ തീരുമാനിച്ചു. എന്നാൽ അപ്പുവും ഭാമയും തമ്മിലുള്ള പ്രണയമൊന്നും തന്നെ അപ്പുവിന്റെ അച്ഛൻ അറിയില്ലായിരുന്നു. ഭാമയുടെ വിവാഹം ഭദ്രനുമായിട്ട് നടത്താൻ പോകുന്നതറിഞ്ഞിട്ട് അപ്പുവും ആകെ ഷോക്കിലായിരുന്നു. മഹേഷ് അപ്പുവിനോട് പറയുന്നുണ്ട്, പഴയ ദേഷ്യം നീ മനസ്സിൽ വെക്കണ്ട, നീ തന്നെ വന്നു നിന്ന് ഭാമയുടെ വിവാഹം ഗംഭീരമായിട്ട് നടത്തി തരണമെന്ന്. ഞാൻ അവളെ സ്നേഹിക്കുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ മനഃപൂർവ്വം അവളുടെ വിവാഹം ഭദ്രനുമായിട്ട് തീരുമാനിച്ചതെന്നും തന്റെ വീട്ടിൽ വന്നിട്ട് വിവാഹം വിളിച്ചതെന്നും പറഞ്ഞിട്ട് അപ്പു അകട്ടെ കരഞ്ഞുകൊണ്ടിരുന്ന് മദ്യപിക്കുന്നു. എങ്ങനെയെങ്കിലും അവളെ വിവാഹം കഴിക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പുവിന്റെ മനസ്സിൽ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളെയും കൊണ്ട് നീ ഒളിച്ചോടിക്കോ എന്ന് അവന്റെ കൂട്ടുകാരൻ പറയുന്നു. ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് അമ്പാടിയാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലേഹ്യം എടുത്തിട്ട് അപ്പുനുൾപ്പെടെ എല്ലാവർക്കും കൊടുക്കുന്നു. എന്നാൽ അത് കഞ്ചാവ് ലേഹ്യമായിരുന്നു. അതിനെപ്പറ്റി അറിയാതെ അപ്പുവും കൂട്ടരും അത് നല്ലപോലെ കഴിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കിറങ്ങിയിരുന്ന അപ്പു ആകട്ടെ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്, എന്റെ ലൈഫിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ സുമതിയാണെന്ന്. മാള് ഒളിച്ചോടി പോയെങ്കിൽ അവൾക്ക് ആ വളവിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. ആ പേരും പറഞ്ഞിട്ടല്ലേ ഈ നാട്ടുകാരെല്ലാം തന്നെ എന്നെ കുറിച്ച് ഓരോന്ന് പറയുന്നത്. പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം സുമതിയാണ്. ഓൾറെഡി മരിച്ച അവളെ ഒന്നുകൂടി കൊന്നെങ്കിലേ പറ്റൂ. ഇന്ന് ഞാൻ അവളെ കൊല്ലുമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അപ്പു നേരെ വളവിലേക്ക് പോകാൻ തീരുമാനിച്ചു. മദ്യലഹരിയിലായിരുന്ന കാരണം അവന്റെ കൂട്ടുകാരും അവന്റെ കൂടെ കൂടി. വളവിനെത്തിയ അപ്പു ആകട്ടെ സുമതിയെ വെല്ലുവിളിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവർക്ക് ചുറ്റും എന്തോ ഒരു ശക്തി വരുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തില് ചെമ്പൻ കാവല് കുത്തിവെച്ച ആ നാരങ്ങ അമ്പാടിയുടെ അടുത്തേക്ക് ഉരുണ്ടുവരുന്നു. അവനത് കയ്യിലെടുത്ത് നോക്കുമ്പോ അതിൽ നിറയെ രക്തമായിരുന്നു. ഇവർക്ക് ചുറ്റും പെട്ടെന്നൊരു കോടമഞ്ഞിറങ്ങി. തങ്ങൾ കഴിച്ച ലേഹ്യം കൈലാസത്തിലെ അഹോരികൾ കഴിക്കുന്നതാണെന്നാണ് ചെമ്പൻ ഇവരോട് പറഞ്ഞത്. അതുകൊണ്ടാവണം ഇവരുടെ മുന്നിൽ അഹോരികൾ പ്രത്യക്ഷപ്പെടുകയും ഇവരെ പേടിപ്പിക്കുന്നതായിട്ടുമാണ് ഇവർക്ക് തോന്നുന്നത്. പേടിച്ചെല്ലാത്തിന്റെ ബോധം പോയി. പിറ്റേന്ന് രാവിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ് അവരെ എല്ലാം വളവിൽ നിന്ന് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അവിടെ വെച്ചാണ് ചെമ്പൻ കൊടുത്തത് കഞ്ചാവായിരുന്നുവെന്നും അത് തിന്നിട്ടാണ് ഇവർക്ക് അഹോരികൾ വന്ന പോലെ തോന്നിയതെന്നും ഒക്കെ ഇവർ മനസ്സിലാക്കിയത്. ഹരി അപ്പുവിനോട് പറയുന്നുണ്ട്, നാട്ടിലെ നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം, അതെങ്ങനെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ നോക്കാൻ. എന്നാൽ അത് അങ്ങനെയൊന്നും തീരില്ല എന്ന് അപ്പു പറയുന്നു. ഇവിടെ ഭാമയുടെ അനിയൻ വാവക്കുട്ടനും അല്ലിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വാവക്കുട്ടന് പൊതുവെ അപ്പുവിനെ ഇഷ്ടമല്ലെങ്കിലും അല്ലിയോട് അവന് ഇഷ്ടമായിരുന്നു. അല്ലിയാകട്ടെ അപ്പുവിനെയും ഭാമയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വാവക്കുട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. അത് കേട്ടതോടുകൂടി അല്ലിയോടുള്ള ഇഷ്ടം കൊണ്ട് വാവക്കുട്ടനും അപ്പുവിനെയും ഭാമയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഭാമ വാവക്കുട്ടന്റെ കയ്യിൽ കത്ത് കൊടുത്തു വിടുകയും അവനത് അപ്പുവിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പുവിന്റെ വാവക്കുട്ടന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു. അവരിപ്പോ അളിയനും ഒളിയനുമായി. എന്നാൽ ആ സമയത്ത് ഭദ്രൻ അവിടേക്ക് വരുന്നു. വാവക്കുട്ടന് ഭദ്രനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭദ്രനെ കണ്ടതും സുജിയും മകളും വല്ലാതെ പേടിക്കുന്നത് അപ്പു ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് അപ്പു ചോദിക്കുമ്പോൾ സുജ പറയുന്നുണ്ട്, സുജിയുടെ ഭർത്താവ് പ്രകാശ് മരിക്കുന്ന
മരിക്കുന്നതിന് മുമ്പ് ഭദ്രന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിന്റെ മരണശേഷം ഭദ്രന്റെ തിയേറ്ററിൽ സുജ ജോലിക്ക് പോയത് തന്നെ. എന്നെ അയാൾ സ്ഥിരമായി ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അത് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശരിക്കും അയാൾ എന്നെ മാത്രമല്ല എന്റെ മകളെയും ഒരുപാട് ശല്യം ചെയ്യാറുണ്ട്. ഇത് കേൾക്കുമ്പോ അപ്പുവിന് നല്ല ദേഷ്യം വരുന്നു. എന്തൊക്കെ വന്നാലും ഇനി അവൻ നിങ്ങളെ രണ്ടുപേരെ ഉപദ്രവിക്കില്ല എന്ന് അപ്പു വാക്കു കൊടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അവൻ ചെമ്പനോട് സംസാരിക്കുന്നു. അവനിട്ട് പണി കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്നാണ് ചെമ്പനം പറയുന്നത്. ഭദ്രനെ പോലൊരാള് ഭാമയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം നശിക്കുമെന്ന് അപ്പുവിനറിയാം. അതുകൊണ്ട് അപ്പു ആകട്ടെ മഹേഷിനോട് സംസാരിക്കാൻ വരുന്നു. എന്നാൽ മഹേഷ് അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. നീ എന്നല്ല ആര് വിചാരിച്ചാലും ഈ കല്യാണം മുടക്കാൻ പറ്റില്ല എന്നാണ് മഹേഷ് പറയുന്നത്. പിറ്റേന്ന് രാവിലെ ആ ഗ്രാമം ഉണരുന്നത് സുജയുടെയും മകളുടെയും ആത്മഹത്യാ ന്യൂസ് കേട്ടുകൊണ്ടാണ്. കടം മൂലം ആത്മഹത്യ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള മരത്തില് രണ്ടുപേരും തൂങ്ങി മരിക്കുകയായിരുന്നു. എന്നാൽ അപ്പുവിനറിയാം ഇത് ആത്മഹത്യയല്ല എന്ന്. കാരണം തലേന്ന് സുജ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും എല്ലാത്തിനെയും നേരിട്ട് ജീവിക്കണമെന്ന് എനിക്കിപ്പോ ഒരു വാശിയുണ്ടെന്നും എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്നും. അങ്ങനെ പറഞ്ഞവര് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യില്ല എന്ന് അപ്പുവിനറിയാം. ഇത് ഭദ്രന്റെ പണി തന്നെയായിരിക്കും. അതുകൊണ്ട് അപ്പു പോയി ഭദ്രനെ അടിക്കുന്നു. അപ്പോഴേക്ക് ആൾക്കാരെല്ലാം കൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഭദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ഭാമയെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം ഈ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന്. ആ സമയത്താണ് അപ്പുവിന്റെ അച്ഛനും അപ്പുവും ഭാമയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയുന്നത്. അപ്പുവിന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ വഴക്കൊക്കെ മറന്നിട്ട് ഒന്നിക്കുന്ന സമയം. ആ സമയത്ത് വീണ്ടും അവരുടെ മകളുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കാൻ താൻ അനുവദിക്കില്ല എന്നും ആ പെങ്കുച്ചിന്റെ കല്യാണം ഞാൻ എന്തൊക്കെ വന്നാലും നടത്തി കൊടുക്കുമെന്നും. സ്വന്തം അച്ഛൻ പോലും അവനെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം അവൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. പക്ഷേ ആ ബെഞ്ചമിൻ എന്ന് പറയുന്ന എസ് ഐ വന്ന് അവനോട് പറയുന്നുണ്ട്, നീ വിചാരിച്ചത് സത്യം തന്നെയാണ്, സുജയും മകളെയും കൊന്നത് ഈ ഭദ്രൻ തന്നെയാ. പക്ഷെ അത് നിനക്ക് തെളിയിക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളത് ആത്മഹത്യയാക്കി മാറ്റി. നീ പറഞ്ഞാലും ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ സുജയുടെയും മകളുടെയും ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം വാവക്കുട്ടം വന്ന് അപ്പുനോട് പറയുന്നുണ്ട്, എന്റെ ചേച്ചിയുടെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുമെന്ന്. ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൂനും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. അവന്റെ അച്ഛനാകട്ടെ ഭാമയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സദ്യ ഒരുക്കങ്ങൾ തുടങ്ങി. അവനോടും കൂടെ കൂടാൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ അവനാകട്ടെ ആ കല്യാണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. ഭാമയുടെ വീട്ടിലെത്തി സദ്യയുടെ കാര്യങ്ങളും മറ്റും അവൻ നോക്കുന്നത് മഹേഷും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അവൻ കൺമുന്നിൽ തന്നെ ഉള്ളത് നല്ലതാണെന്ന് മഹേഷും ഭദ്രനും വിചാരിക്കുന്നു. പക്ഷെ അപ്പുവിന്റെ വിഷമം ചെമ്പന് നല്ലപോലെ മനസ്സിലാകുമായിരുന്നു. തൽക്കാലം അവന്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ചെമ്പൻ അവന് കള്ളു കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ അപ്പുവിന്റെ അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. അവനാകട്ടെ മദ്യപിച്ച് അവിടെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭാമയും ആകെ നിസ്സഹായമായി നോക്കി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് പോലീസുകാരിൽ ഒരാളാകട്ടെ മഹേഷിനോട് വന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. സുജയുടെയും മകളുടെയും മരണത്തിന് കാരണം ഭദ്രനാണെന്നും അതവരെ ആത്മഹത്യയാക്കി തീർത്തതാണെന്നും. ഇവിടെ അപ്പു വെള്ളമടിച്ച് ഡാൻസ് കളിച്ച് നിൽക്കുന്ന കണ്ടിട്ട് അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ വഴക്ക് പറയുന്നുണ്ട്. വെള്ളമടിച്ച് ബോധമില്ലാതെ നിൽക്കാതെ ആ പെണ്ണിനെ വിളിച്ചിറക്കി പോകാനായിരുന്നു അവന്റെ അച്ഛൻ അവനോട് പറയുന്നത്. തന്റെ അച്ഛൻ തന്നെയാണ് ഈ പറയുന്നതെന്ന് അവന് ഡൗട്ട് തോന്നി. അയാൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിപ്പോ എന്തായാലും നിന്റെ കൂടെ നടന്നാൽ മതി. അതുകൊണ്ട് ആരും കാണാതെ അവളെയും കൊണ്ട് നീ ഒളിച്ചോട്. പക്ഷെ അപ്പു അവളെയും കൊണ്ട് ഒളിച്ചോടുന്നതിന് മുമ്പ് തന്നെ അവളെ കാണാനില്ല എന്ന് അവിടെ എല്ലാവരും പറയാൻ തുടങ്ങി. എല്ലാവരും ആദ്യം സംശയിക്കുന്നത് അപ്പുവിനെയായിരുന്നു. എന്നാൽ അപ്പു അവിടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ തർക്കവും വഴക്കും. അതിനിടയ്ക്ക് വാവക്കുട്ടം വന്ന് അപ്പുവിനോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിട്ട് നിന്നെ ഞാൻ കുറെ തവണ വന്ന് വിളിച്ചത്. അപ്പൊ നീ ഡാൻസും കളിച്ചു നിന്നു. എന്റെ ചേച്ചി ഒറ്റയ്ക്ക് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇത് മഹേഷും കേൾക്കുന്നുണ്ട്. ഭദ്രന്റെ ആൾക്കാര് അപ്പുവിനെ അടിക്കാൻ വന്നപ്പോൾ മഹേഷ് അവരെ തടഞ്ഞുകൊണ്ട് അപ്പുവിനോട് പറയുന്നുണ്ട്, നീ ഭാമയുടെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ. ഭദ്രന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മഹേഷ് അപ്പുവിന്റെ സൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഭദ്രയാകട്ടെ ഹരി എന്ന് പറയുന്ന ഓഫീസറിന്റെ കൂടെ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പു വണ്ടി ഓടിച്ച് സുമതി വളവന്റെ അടുത്തെത്തി. അവിടെ എന്തോ ഒരു പ്രസൻസ് അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ഭദ്രനും ബെഞ്ചമിനും ചേർന്നിട്ട് തങ്ങളുടെ ജീപ്പുമായിട്ട് വന്നിട്ട് അപ്പുവിന്റെ വണ്ടിയിൽ ഇടിക്കുന്നു. അപ്പു തെറിച്ച് ദൂരേക്ക് വീഴുന്നു. അവർ രണ്ടുപേരും ചേർന്ന് അവനെ കുറെ അടിച്ചു. അവിടെ വെച്ച് അവനെ കൊന്നുകളയാൻ ബെഞ്ചമിൻ പറഞ്ഞെങ്കിലും ഭദ്രൻ പറയുന്നുണ്ട്, കറക്റ്റ് ആ വളവിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി അവനെ ഞാൻ കൊല്ലുമെന്ന്. അങ്ങനെ ഭദ്രൻ അവനെയും വലിച്ചിഴിച്ചുകൊണ്ട് വളവിന്റെ അടുത്തേക്ക് പോയി. ഒരു കമ്പി കൊണ്ട് അവന്റെ തലക്കടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു പുകപടലം വരികയും അതിനുള്ളിൽ സുജിയുടെ മകളുടെ രൂപം ഭദ്രൻ കാണുകയും ചെയ്യുന്നത്. കുറച്ചു കഴിയുമ്പം കെട്ടിത്തൂങ്ങിയ നിലയിൽ സുജിയും അയാൾ കാണുന്നു. ഇതെല്ലാം കണ്ട് ശരിക്കും ഭദ്രൻ പേടിച്ച് ബാക്കിലേക്ക് നീങ്ങി. ബെഞ്ചമിൻ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പുവിന് വീണ്ടും ബോധം വരുന്ന കണ്ടിട്ട് ബെഞ്ചമിൻ വീണ്ടും അവനെ അടിക്കാൻ ചെല്ലുന്നു. പക്ഷെ ആ നിമിഷം ഒരു പുകപടലം അവനെ വന്ന് പൊതിയുകയും അവന്റെ ഉള്ളിലേക്ക് ആ ആത്മാവ് കയറുകയും ഇവരെ രണ്ടുപേരെയും അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് മാറുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു അവന്റെ ഉള്ളിൽ ഒരു ആത്മാവ് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ രണ്ടുപേരെ അടിച്ചിട്ടിട്ട് അപ്പു ബോധം കെട്ട് വീഴുന്നു. കുറച്ചു കഴിയുമ്പോൾ മഹേഷ് വന്ന് അപ്പുവിനെ വിളിച്ചുണർത്തുന്നുണ്ട്. ഇവരുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം, നീ ഭാമയുടെ അടുത്തേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ അപ്പു അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഭാമയുടെ അടുത്തേക്ക് പോയി. നമുക്കിവിടെ നിന്ന് പോകാമെന്ന് ഭാമ പറഞ്ഞെങ്കിലും അപ്പു പറയുന്നുണ്ട്, ഇനി ഈ നാട്ടിൽ നിന്ന് ഒരാൾ ഒളിച്ചോടേണ്ട കാര്യമില്ലാന്ന്. നിന്റെ വീട്ടുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. പിറ്റേന്ന് രാവിലെ ശേഖരനും അനിയനും എല്ലാവരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. ഭാമയാകട്ടെ അപ്പുവിന്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവരുടെ വിവാഹത്തിന് സമ്മതിക്കില്ലാന്ന് ശേഖരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ സമയത്തേക്ക് അവിടേക്ക് ഒരു ജീപ്പ് വരുന്നു. ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ഒളിച്ചോടി പോയ ശേഖരന്റെ മകൾ മാളു ആയിരുന്നു. ഇത്രയും കാലം എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒന്നുകിൽ മാളു മരിച്ചുവെന്നും അല്ലെങ്കിൽ അപ്പു അവളെ കൊന്നുവെന്നുമായിരുന്നു. എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന് മാളുവിന്റെ തിരിച്ചുവരവോടെ അവർക്ക് മനസ്സിലായി. ഈ ആരുടെ കൂടെ ഒളിച്ചോടിയെന്ന്
ചോദിക്കുമ്പോൾ മാള് പറയുന്നുണ്ട് ഞാൻ ഈ നിൽക്കുന്ന ഹരിയുടെ കൂടെയാണ് ഒളിച്ചോടിയതെന്ന്. ഇവിടെ പുതുതായിട്ട് വന്ന ഫോറസ്റ്റ് ഓഫീസർ ഹരിയുടെ കൂടെയായിരുന്നു അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടിയത്. ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു ആദ്യം പോസ്റ്റിംഗ് വാങ്ങിച്ചിട്ട് ഹരി ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ ഒളിച്ചോട്ടമാണെന്ന് ഹരി മനസ്സിലാക്കിയത്. അപ്പു വന്ന് മാളുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഒളിച്ചോടാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഇല്ലാന്ന് അവള് പറയുന്നു. അതോടെ അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എല്ലാവർക്കും മനസ്സിലായതോടുകൂടി അപ്പുവിന്റെയും ബാമയുടെയും വിവാഹം നടത്താമെന്ന് അവർ തീരുമാനിക്കുന്നു. ശേഖറിനും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ പ്രശ്നമൊക്കെ സോൾവ് ആയി കഴിയുമ്പോൾ അപ്പു വന്ന് ഹരിയോട് പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നു നിങ്ങളാണ് മാളുവിന്റെ കൂടെ ഒളിച്ചോടിയതെന്ന്. എന്നാൽ ഹരി പറയുന്നുണ്ട് ഞാൻ പലതവണ നിന്നോട് പറയാൻ ശ്രമിച്ചതാ, നീ എന്നെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. ഒളിച്ചോടുന്ന രാത്രിയിൽ അവളെ വളവ് കടത്തിവിടാൻ നീ അവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഞാൻ നിന്നെ കണ്ട് കൈ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കേട്ട് അപ്പു ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇയാൾ ആരുടെ കാര്യമാണ് പറയുന്നത്? ആ സമയത്താണ് ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നത്. അന്ന് അപ്പുവിന്റെ രൂപത്തില് ഭാമയെ ഒളിച്ചോടാൻ സഹായിച്ചത് ആത്മാവായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മഹേഷ് അവിടേക്ക് വരുന്നു. അപ്പു മഹേഷിനോട് നന്ദി പറയുന്നു. തലേന്ന് ബോധം കെട്ട് കിടന്ന എന്നെ നീ എന്തായാലും രക്ഷിച്ചില്ലേന്ന് പറഞ്ഞ്. എന്നാൽ മഹേഷ് പറയുന്നു ഞാനങ്ങും ആ വളവിലേക്ക് വന്നിട്ടില്ല, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുമില്ല എന്ന്. അപ്പു ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. തലേന്ന് ബോധം കെട്ട് കിടന്ന അവനെ മഹേഷ് വിളിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, നീ ബാമയുടെ അടുത്തേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതും അവന് ഓർമ്മയുണ്ട്. പക്ഷെ അതും മഹേഷ് ആയിരുന്നില്ല, മഹേഷിന്റെ രൂപത്തിൽ വന്ന ആത്മാവായിരുന്നു. ഈ രണ്ടിടങ്ങളിലും സുമതിയുടെ ആത്മാവായിരിക്കാം ഇവരെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. അത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.